ഈ പീനട്ട് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല താത്ത എന്നുള്ള കമൻറ്റ് വന്നപ്പോഴും ഞാൻ ശരിക്കും വിചാരിച്ചത് എന്താണെന്നറിയോ, പഴുത്ത് കഴിഞ്ഞാൽ അടിപൊളി ആയിരിക്കും, പഴം കണ്ടാൽ അറിയാതെ ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത്. ആൾക്കാർ ചവർപ്പുള്ള ടൈമിൽ തിന്നിട്ടായിരിക്കും എന്നൊക്കെ ഉണ്ട് വിചാരിച്ചത്. പക്ഷെ അതാ ഒറ്റക്കടിയിൽ എൻ്റെ പൊന്നോ എന്താന്നാ പറയാ, ഒരു പഴത്തിൻ്റെയും ടേസ്റ്റ് ഇല്ലാത്തൊരു പഴം. ഇതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് കേട്ടോ മിറാക്കൽ ഫ്രൂട്ട്. അത് ഒരു ചെറിയ ടേസ്റ്റ് എങ്കിലും ഉണ്ട്, ഇതിനൊരു ചവർപ്പുമില്ല, എന്തൊക്കെയോ ഒരു പ്രത്യേക ഒരു വലിപ്പ് ടേസ്റ്റാണ് ഈ ഒരു പഴത്തിന്. എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ആ സങ്കടം തീർക്കാൻ ഞാൻ പെട്ടെന്ന് പോയാണ് മാറ്റിയത്. അതിനൊന്നും അല്ല കേട്ടോ, നമുക്കൊരു ഹൗസ് വാമിംഗ് ഉണ്ട്, അതിന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദാ ഈ ഡ്രസ്സാണ് നമ്മൾ ഇന്ന് ഇടുന്നത് കേട്ടോ. ഈ ഡ്രസ്സ് ഇടുന്ന ടൈമിൽ എനിക്ക് എന്തോ പോലെയാണ് കേട്ടോ. ഷൈനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്, ഷൈൻ്റെ ഇഷ്ടത്തിന് എടുത്തതാണ്. അപ്പം ഞാൻ അതുകൊണ്ട് അങ്ങനെ ഇടും. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഡ്രസ്സ്. പക്ഷെ എനിക്ക് ഈ സ്കേർട്ടും ടോപ്പൊക്കെ ഇടുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ അല്ലാത്തൊരു ഫീലാണ്. അനുമോൻ്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ. എനിക്ക് ഈ ഡ്രസ്സ് ഇട്ടിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി മറ്റുള്ളവരുടെ അഭിപ്രായം എന്താണെന്നും കൂടി അറിയാലോ. പിന്നെ നമ്മൾ റെഡിയായി ഇറങ്ങി നേരെ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോയി. എനിക്ക് നേരത്തെ വാങ്ങി വെക്കാൻ പറ്റിയില്ല കേട്ടോ, പോകുന്ന ഉറപ്പുണ്ടായില്ല. കാരണം എനിക്ക് നല്ല പനിയായിരുന്നു. പിന്നെ നിഷാദ് വണ്ടി പോയിക്കായിരുന്നു. അങ്ങനെ രാവിലെ വാങ്ങാൻ വിചാരിച്ചു. ഉമ്മയൊക്കെ നേരത്തെ വാങ്ങി കേട്ടോ. ഓല് നേരത്തെ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പനി കുറവായാൽ പോകാന്നുള്ള പ്ലാനിലായിരുന്നു. അതുകൊണ്ട് ഓലപ്പൊന്നും പോയി വാങ്ങാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ വെള്ളം കുടിച്ചു അവിടെ എത്തിയ പാടെ. നമുക്ക് വെള്ളം തന്ന ആളാണ് വീടിന്റെ ഓണർ. ആരുടെ ഹൗസ് വാമിംഗ് എന്ന് പറഞ്ഞില്ല അല്ലേ. അപ്പോൾ പൂമോളെ ഇളയച്ചൻ്റെ ഹൗസ് വാമിംഗ് ആണ് കേട്ടോ. വീട് വാങ്ങിയിട്ട് അങ്ങനെ വീട് ഇരിക്കുകയാണ്. കുറച്ച് നേരമൊക്കെ വീടിൻ്റെ അകത്ത് കൂടി നടന്ന് വീടൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. നല്ല നെയ്ച്ചോറും ചിക്കൻ കടായി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടോ. എനിക്ക് ഈ കോംബോ ഭയങ്കര ഇഷ്ടമാണ്. ദം റൈസ്, ചിക്കൻ കടായി, നെയ്ച്ചോറ്, ചിക്കൻ കടായി, അതൊക്കെ. ഫുഡ് കഴിക്കൽ കഴിഞ്ഞാൽ അധികം നേരം അവിടെ നിൽക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ എന്നും ഒരു കേക്കിന്റെ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോരേണ്ടി വന്നു. ഇറങ്ങാൻ നേരം എൻ്റെ പൊന്നു പെരും വിറ്റ് ഈ വടക്കേട്ട ഷൂ ഒന്ന് കയറി കിട്ടണ്ടേ. അപ്പൊ തീരുമാനിച്ചാണ് ഈ ഷൂ ഇട്ടിട്ട് ഇനി ഇതേപോലുള്ള ഫംഗ്ഷന് പോകില്ല എന്നുള്ളത്. സാജി കണ്ടില്ലേ, കാത്തു നിന്ന് ഒരു വൈക്കായി. ഷൂ അങ്ങോട്ട് കയറണ്ടേ. ഷൂ കയറാത്ത വേറെ ഒന്നും അല്ല കേട്ടോ. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര മടിയല്ലേ. ഇതാണ് പൂമോളെ ഇളയച്ചോ. ഒരു വീട് വാങ്ങിയ സ്ഥലം അടിപൊളിയുണ്ട്, നല്ല പാടത്തും വക്കത്തൊക്കെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ടൈം വരുമ്പോൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ ഇടാട്ടോ. അപ്പൊ പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ തിരക്ക് പിടിച്ച് വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് പതുക്കെ വന്ന് വീഡിയോ ഇടാവും. അവളോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പൂമോള ടൈമിൽ ഫുഡ് കഴിക്കണുള്ളൂ. കുട്ടിക്ക് ചെറിയ പനിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഓള് കുട്ടീനെ അടുത്ത് അവിടെ ഇരിക്കുകയെന്നുണ്ടോ. ലാസ്റ്റാണ് ഫുഡ് കഴിക്കണം. പിന്നെ നമ്മൾ ഋഷാദും ആ സമയത്താണ് വന്നിട്ടുണ്ടായിരുന്നത്. പൂമോള് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ഇവമോള് അതുപോലെ പട കയ്യിലാണ്. അവിടുന്ന് എത്തി നേരെ ഒരു മാങ്ങ ജ്യൂസ് അടിച്ച് കുടിച്ചു. പിന്നെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു. പിന്നെ നേരത്തെ ഞാൻ ഷൂവിന്റെ കാര്യം പറഞ്ഞത്, ഷൂവിനൊരു കുഴപ്പമില്ല, ഇട്ട എനിക്കാണ് കേട്ടോ കുഴപ്പം. ഷൂ അടിപൊളിയാണ്, ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മുകളിൽ കൊടുക്കുക. അടിപൊളി ഷൂ ആണ്, എനിക്കൊരു കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു. വീഡിയോ എത്രയുള്ളൂ, ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.